ഒന്ന് സെക്കൻഡ് ലോൺ ഫ്രഷ്, പിന്നെ അതിൽ രണ്ടാൾക്കാരും കഴിഞ്ഞ സെക്കൻഡ് ലോൺ ആയിട്ട് ഇതാണ് വിയ്യം കായലിൻ്റെ തുടക്കം. ഈ തുടക്കം ഒടുക്കം അവസാനിക്കുന്ന പുതുവന്നാനി കടലിൻ്റെ അഴിമുഖത്താണ്. പാലത്തിൻ്റെ അക്കരെ ഇതാളം ഭാഗമാണ്. ആളങ്ങനെ പോയി ഗുരുവായൂർ, ആൽത്തറ, പുത്തമ്പള്ളി, വടക്കേക്കാട്, കുന്നംകുളം വരെ പോകുന്നുണ്ട് ഈ കായൽ. വർഷക്കാലത്തും വേനൽക്കാലത്ത് അപ്പുറത്ത് പുലില്ല. ഇതാണ് ബിയ്യം കെട്ട്, ബിയ്യം പാലം, ബിയ്യം ലോക്കം ബ്രിഡ്ജ് എന്നൊക്കെ പറയും, നല്ലതും പറയും. അപ്പോൾ ആ കണ്ണി തുറന്ന് അവിടെ ഷട്ടർ തുറന്നതിൻ്റെ വെള്ളമാണ് ഇപ്പോൾ അങ്ങോട്ട് കടലിലേക്കാണ് ഈ പോണത്. അപ്പോൾ കടലിലേക്ക് പോണ കാരണമാണ് നമ്മളിവിടെ വെള്ളം അധികം നിൽക്കാത്തത്. അതാണ് സംഭവം. നല്ല ഒഴുക്കാണിത്. പണ്ടൊക്കെ ഞങ്ങൾ ഈ പുഴയിൽ കുളിച്ചിരുന്നു. ഇപ്പോൾ കുളിക്കാൻ അങ്ങനെ പറ്റില്ല, കുളിക്കാനൊക്കെ പേടിയാണ്. 40 വയസ്സായി, 10-20 വയസ്സിലൊക്കെ ഇഷ്ടംമാതിരി കുളിക്കും. അക്കരക്ക് നീന്തിപ്പോവും, ഇക്കരക്ക് നീന്തി വരും, അങ്ങനെയൊക്കെയുള്ള സംഭവമായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനൊന്നുമില്ല. ഇപ്പോൾ കുളിക്കാൻ തന്നെ നേരമില്ലാത്ത മാതിരിയാണ്. അന്ന് കുളി ഒരു ഹരമായിരുന്നു. രാവിലെ പുഴയിലിറങ്ങി കഴിഞ്ഞാൽ 12 മണി 1 മണിയൊക്കെ ആവും കയറാൻ. അന്ന് പിന്നെ മൊബൈലിൻ്റെ കാലഘട്ടമല്ല. ഇന്നിപ്പോൾ മൊബൈലിലുള്ള കാരണം കൂടുതലും മൊബൈലിലാണ് എല്ലാവരും. ഞാൻ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയ കാലത്തപ്പോൾ വ്ളോഗ് ചെയ്യാൻ വന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇത് ഇപ്പോൾ നമ്മൾ ഈ ബിയ്യം കെട്ടിൻ്റെ ആ ഭാഗമാണ്. പക്ഷേ ഇതിന് മുന്നേ ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, 2-3 മാസം മുപ്പിട്ട്. അപ്പോൾ ഈ വെള്ളം നിൽക്കുന്ന ഭാഗത്തൊക്കെ തീരെ വെള്ളമില്ലാണ്ട്, ഇപ്പോൾ കാണുന്ന വെള്ളമുള്ള ഭാഗത്തൊക്കെ ഞാൻ ഇറങ്ങി നടന്നിട്ടാണ് അന്ന് ഷൂട്ട് ചെയ്തത്. പക്ഷെ ഇപ്പോൾ വർഷക്കാലമായപ്പോൾ ഇവിടെ ഫുള്ള് വെള്ളമായി. ഇപ്പോൾ അതന്ന് ഞാൻ പറഞ്ഞല്ലോ, വർഷക്കാലത്ത് ഇവിടെ നിന്ന് ആർക്കും നടക്കാനൊന്നും പറ്റില്ല, കാരണം അത്രയും വെള്ളമാണ്. ഇപ്പോൾ അത് ഇന്നലെ മിനിഞ്ഞാന്ന് 4 നാൾ നല്ല മഴയായിരുന്നു. പക്ഷെ ആ മഴേൻ്റെ ഇത് ഇവിടെ കാണുന്നുണ്ട്. അത്യാവശ്യം വെള്ളമുണ്ട്, ഒഴുക്കുണ്ട്. അപ്പോൾ അതൊന്ന് വീഡിയോ എടുക്കാൻ വെച്ചിട്ടാണ്. കാരണം എന്ന് പറഞ്ഞാൽ പക്ഷെ ഇന്നും മഴ ഉണ്ടാകും. ഇന്ന് രാവിലെ വരെ മഴയായിരുന്നു. ഇവിടെ 10 മണിക്ക് ശേഷം മഴ ഉണ്ടായിട്ടില്ല. അതാണ് സംഭവം. വണ്ടിയിലെ ഒഴുക്ക് ഇതാണ്. ശരിക്ക് കണ്ണി തുറന്നു എന്ന് പറഞ്ഞാൽ, കണ്ണി എന്ന് പറഞ്ഞാൽ ഈ ഷട്ടർ എന്നാണ് അർത്ഥം. കണ്ണി എന്നാണ് പണ്ടൊക്കെ പറയുന്നത്. ഇപ്പോഴും ചിലർ പറയും കെട്ടിൻ്റെ കണ്ണി തുറന്നെന്നാണ് പറയുക. പാർക്കാണ്, പാർക്കിൻ്റെ മതിലാണ് ആ കാണുന്നത് കേട്ടോ.
ഒന്ന് തുറന്നിട്ടില്ല, രണ്ടാമത്തെ തുറന്നു, മൂന്നാമത്തെ തുറന്നു ഷട്ടർ, നാലാമത്തെ തുറന്നു, നാലാമത്തെ ഷട്ടർ തുറന്നു, അല്ല 3, ഇത് 4, അഞ്ച്, 5 ഷട്ടറാണ്. 1, 2, 3, 4, 5 ഷട്ടർ. അഞ്ചാമത്തെ നല്ല ഫോഴ്സ് ഉണ്ട് കേട്ടോ. അഞ്ചാമത്തെ ഷട്ടർ നല്ല ഫോഴ്സ് ഉണ്ട്. ആറാമത്തത് 5 ഷട്ടർ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അടച്ചിരിക്കുന്നു. പിന്നെ ഒരു ഷട്ടർ ഇതാ 6, 7, 8 ഷട്ടർ. മൊത്തം 8 ഷട്ടറാണ് തുറന്നിരിക്കുന്നത്. 2 ഷട്ടർ അടച്ചിരിക്കുന്നു. അതും കൂടി തുറന്നാൽ അടിപൊളിയായിരുന്നു. എന്താ തുറക്കാത്തെന്ന് അറിയില്ല. ഒരു കണക്കുണ്ടാവുമായിരിക്കും, നമുക്കിതൊന്നും അറിയില്ലോ. അടച്ച ഷട്ടറാണ് ഒന്നിത്, ഒന്ന് അവിടെ ആ ഫസ്റ്റ് തുടങ്ങുന്ന സ്ഥലത്ത് ഒരു ഷട്ടർ അടച്ചിരിക്കുന്നു. ഇത് തുറക്കായിരുന്നല്ലോ, നല്ല ഇത് ഇപ്പോൾ തുറന്നാൽ നല്ല ഒന്നും കൂടി ഫോഴ്സ് വെള്ളണ്ട് പോയിക്കോളും. നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, തുറക്കുമ്പോൾ തുറക്കട്ടെ, നമ്മൾ പറഞ്ഞിട്ടൊരു കാര്യമില്ല. ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് തീരുമാനിക്കുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 മാസം മുന്നേ നടന്ന സ്ഥലമാണിത്. അപ്പോൾ ഇപ്പോൾ വെള്ളമായി. ഇപ്പോൾ നേരമൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് നടക്കാൻ പറ്റിയ സ്ഥലത്ത് നാളെ നടക്കാൻ പറ്റില്ല, അത് വേറെ. വെള്ളം പെട്ടെന്നാണ് തോന്നുന്നത്. ഇന്ന് മഴ ഉണ്ടാകുന്ന ചോദിച്ചാൽ ഇന്ന് മഴ ഇല്ല കേട്ടോ. അതെല്ലാം അടിപൊളിയായി, നല്ല കാലാവസ്ഥയാണ്. അപ്പോൾ എനിക്കൊരു വീഡിയോ എടുക്കാൻ പറ്റി. അത് കാരണം